പൊങ്ങൂരിടി എന്ന് കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ഇല്ലത്തെ ഒരു ചടങ്ങാണ് പൊങ്ങൂരിടി. അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു ചടങ്ങാട്ടോ. വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ പെൺകുട്ടികൾ എടാട്ട് ഭഗവതി ക്ഷേത്രം, അതായത് ഞങ്ങളുടെ പരദേവത, അവിടെ പോയി തൊഴുത് ഭഗവതിക്ക് ഉടുക്കാനുള്ള പുടവ അത് വാരിസാർക്ക് കൊടുത്ത് വാരിസാർ അത് ഞൊറിഞ്ഞ് തന്ന് അത് നടക്കിൽ വെച്ചുകൊണ്ടാണ് ചടങ്ങ് ആരംഭിക്കുക. ഋതുമതിയാകുന്നതിന് മുമ്പുള്ള ചടങ്ങാട്ടോ. അത് ഋതുമതിയാകുന്നതിന് മുമ്പ് തന്നെ വേണം. പിന്നെ പുഷ്പത്തുള്ള ബ്രാഹ്മണിയമ്മയാണ് ചടങ്ങുകൾക്ക് നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ തരുന്നത്. രാവിലെ ഭഗവതിയെ തൊഴുതുകൊണ്ട് ചടങ്ങ് ആരംഭിക്കുന്നു. ഉച്ചയ്ക്ക് ഉണക്കലരി, മഞ്ഞളും ശർക്കരയുമൊക്കെ ഭഗവതിക്ക് മുന്നിൽ ഉരലിൽ ഇടിക്കുന്നതാണ് ചടങ്ങ്. ആദ്യം ഉണക്കലരി പെൺകുട്ടിയും ബ്രാഹ്മണി അമ്മയും കൂടി അവിടുത്തെ ഏടത്തിമാരും കൂടി കുളത്തിലേക്ക് പോയി ഉണക്കലരി ആ കുളത്തിലെ വെള്ളത്തിൽ കഴുകി തിരിച്ചു കൊണ്ടുവന്ന് ഒരു പ്ലാവിലയിൽ മഞ്ഞളും ശർക്കരയും തിരിയും വെച്ച് ദേവിയെയും അരയാലിനെയും 3 തവണ ഉഴിഞ്ഞിട്ട് വേണം നമ്മൾ ചടങ്ങൊക്കെ ആരംഭിക്കാനായിട്ട്. കുട്ടി 3 തവണ ഉഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണിയമ്മയും അവിടുത്തെ ഏടത്തിമാരും 3 തവണ വീതം ഇതുപോലെ പ്ലാവിലയിൽ മഞ്ഞളും ശർക്കരയും ഉണക്കലരി ഇല്ല തിരിയും കൂടിയായിട്ട് ഒഴിയും. അതിനുശേഷം ഉരലിൽ ഇടിക്കാനുള്ള അരി ഇടും. അതിനു മുമ്പേ ഒലക്ക കൊണ്ടുപോയി പ്രദക്ഷിണം വയ്ക്കും കേട്ടോ. ഒലക്ക എടുത്തുകൊണ്ടുപോയി പ്രദക്ഷിണമൊക്കെ വയ്ക്കും. കുഞ്ചി തന്നെ ആയതുകൊണ്ട് ഇപ്രാവശ്യം ബ്രാഹ്മണിയമ്മയൊക്കെ സഹായിച്ചു കേട്ടോ. അങ്ങനെ ഒലക്ക കൊണ്ട് 3 തവണ ദേവിയെ പ്രദക്ഷിണം വച്ചിട്ട് മോള് ഉണക്കലരി ഉരലിൽ ഇട്ട ശേഷം മഞ്ഞളും ശർക്കരയും യഥാവിധി ഇട്ട ശേഷം നമ്മൾ ഇടിക്കാൻ തുടങ്ങും. കുഞ്ചി ഇടിക്കാൻ തുടങ്ങും. ഇതിൽ നമുക്കൊരു ചടങ്ങും ഇല്ല കേട്ടോ. അവിടുത്തെ ബ്രാഹ്മണിയമ്മ എന്ന് പറഞ്ഞാൽ ആ ഏടത്തെയും പുഷ്പത്തുള്ള ഏടത്തെയും കൂടിയാണ് ചടങ്ങുകളെല്ലാം കുട്ടിയെ കൊണ്ട് നടത്തിക്കുക. കുട്ടിയാണ് പ്രധാനമായിട്ട് ഉള്ളത്. അതും ഋതുമതിയാവുന്നതിന് മുൻപ് തന്നെ വേണം. അടുപ്പിച്ച് 3 തവണ എന്തായാലും മസ്റ്റാണ്. അപ്പം കുറച്ച് നേരത്തെ തുടങ്ങിയാലേ 3 തവണ 3 വർഷം നമുക്ക് കംപ്ലീറ്റായിട്ട് ഇടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ലൊരു ചടങ്ങായിരുന്നു. മോൾക്ക് ആദ്യമൊക്കെ നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു. അപ്പം അങ്ങനെ നല്ല പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും മുത്തശ്ശിയും വലിയ മുത്തശ്ശിയും ഒക്കെ കൂടി ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവൾ ധൈര്യപൂർവ്വം നന്നായി ചടങ്ങ് ഏറ്റെടുത്തുകൊണ്ട് ചെയ്തു. 3 പാട്ടുകൾ പാടി ബ്രാഹ്മണിയമ്മ. 3 പാട്ടുകൾക്കും ചോടൊന്നും അറിയില്ലെങ്കിലും ഇടിച്ചു അവൾ ഒലക്ക കൊണ്ട്. ചോടൊക്കെ വൈകുന്നേരമാണ് വെച്ചത്. ഇനി വൈകുന്നേരത്തെ ചടങ്ങ് പറയുകയാണെങ്കിൽ സുന്ദരി മാധവി ചന്ദ്ര സഹോദരി വൈകുന്നേരത്തെ ചടങ്ങ് പറയുകയാണെങ്കിൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ദേവിയുടെ ആസ്ഥാനത്തിലേക്ക് ദേവിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഈ ദേവി വന്ന ശേഷം ദേവിയുടെ മുന്നിൽ ബ്രാഹ്മണിയമ്മ പാട്ട് പാടും. ആ പാട്ട് പാടുന്നതിനൊപ്പം ചോറ് വെച്ച് പെൺകുട്ടികൾ ഇടിക്കുന്നതാണ് ഇതിലെ പ്രധാന അട്രാക്റ്റീവ്. ഒരു നല്ല ചടങ്ങാട്ടോ. ഒരു നല്ല പോസിറ്റീവാണ് അങ്ങനെ കാണുമ്പോൾ തന്നെ. അത് കഴിഞ്ഞ് ഇടിച്ച് നല്ലപോലെ 3 കുട്ടികളുണ്ടായിരുന്നു. കുഞ്ചിക്ക് കൂട്ടി 2 ഏട്ടന്മാരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 3 പെൺകുട്ടികളും ചോറ് വെച്ച് ഇടിച്ച് മഞ്ഞളൊരു പരുവമായി കഴിയുമ്പോൾ ബ്രാഹ്മണിയമ്മയും മറ്റേ ഏടത്തിമാരും അങ്ങനെ ഇടിച്ചിടിച്ച് ലാസ്റ്റ് ബ്രാഹ്മണിയമ്മ ഇടിച്ച് നല്ല നീറ്റായിട്ട് ഇടിച്ച് പൊടിച്ച്
ചമ്മന്തിയാക്കിയ ശേഷം അത് നിർത്തും. അതിനുശേഷം 7 പ്രദക്ഷിണം നമ്മൾ ദേവിയോടൊപ്പം വയ്ക്കണം. നമ്മൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. അതിനുശേഷം അമ്പലത്തിലേക്ക് പോയിട്ട് 5 പ്രദക്ഷിണവും കൂടി വച്ച് ദേവി അത്താഴപൂജയ്ക്ക് ശേഷം തൊഴുത് തീർത്ഥം പ്രസാദിച്ചുകൊണ്ട് ആ ഇടിച്ച മണ്ണിൽ പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് ചടങ്ങ് അവസാനിക്കുകയാണ്.